അപ്പോൾ എപ്പോഴും പേഷ്യൻറ്റിന് നമ്മളൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. പേഷ്യൻറ്റിൻ്റെ കംഫർട്ടാണ് നമ്മളെപ്പോഴും പ്രൈമായിട്ട് വെക്കേണ്ട ഒരു കാര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് പാഷൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇമ്പാക്ട് ഉണ്ടാക്കുക, ഇമ്പാക്ട് ക്രിയേഷൻ. യെസ്, ക്രിയേറ്റേഴ്സ്. ഞാൻ ദുബായിൽ പെട്ടെന്ന് ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഓർക്കുന്നത്, ദുബായ് പോയപ്പോൾ അവിടെ മെട്രോയിൽ ക്രിയേറ്റേഴ്സ് ഓഫ് ഇമ്പാക്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പരസ്യമാണ്, ക്രിയേറ്റേഴ്സ് ഓഫ് ഏതൊരു കമ്പനിയാണെന്ന് തോന്നുന്നു, ക്രിയേറ്റേഴ്സ് ഓഫ് ഇമ്പാക്ട്. UAE ഗവൺമെന്റിന്റെ ആണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ആ വേർഡ് എനിക്ക് നല്ല സ്ട്രൈക്കിംഗ് ആയിരുന്നു. അപ്പൊ നമ്മളെപ്പോഴും ട്രൈ ചെയ്യുന്നത് ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ട് പേഷ്യൻസിന് മാക്സിമം കംഫർട്ട് ആയിട്ടുള്ള, ഇപ്പൊ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ എപ്പോഴും നമ്മൾ സക്സസ്ഫുൾ ആയിക്കൊള്ളുന്നില്ല. ശരിക്കും നമ്മൾ ഒരു ക്ലിനിക്കിൽ വന്ന് പെയിൻ റിലീവ് ചെയ്ത് പോയി എങ്കിലും മസ്കുലോസ്കെലറ്റൽ ഡിസ്ഫങ്ഷൻ ഇല്ലാതെ ആക്കുക, ഏറ്റവും നല്ല പോസ്റ്ററിലേക്ക് അവരെ കൊണ്ടുവരിക, ഏറ്റവും നല്ല എക്കണോമിക് അഡ്ജസ്റ്റ്മെന്റ്, അതായത് നമ്മൾ വർക്ക് പ്ലേസ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയും, ആ ഒരു രീതിയിലേക്ക് നമ്മളെ എങ്ങനെയൊക്കെ മാറ്റാൻ പറ്റും. അതനുസരിച്ച് നമുക്ക് ഓരോരുത്തരെയും, അതായത് സ്കൂൾ തലം മുതൽ നമ്മളൊരു പെൻഷൻ ആയി വീട്ടിലിരിക്കുന്നു എന്ന് പറയത്തക്ക വിധത്തിലുള്ള വ്യക്തികളെ പോലും, അതായത് ഓൾഡ് ഏജിലുള്ള ജീറിയാട്രിക് പേഷ്യൻസിനെ വരെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അവരുടെ പെയിൻ ഫ്രീ ആയിട്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ മാർഗങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അതായത് എനിക്ക് പലർക്കും സൊല്യൂഷൻ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്, പലതും എന്റെ ഭാഗത്തുനിന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റി, കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പലരും. അതാണ് ഒരു കമ്മ്യൂണിറ്റിന്റെ ഒരു ബ്യൂട്ടി അവിടെ കിടക്കുന്നത്. അപ്പോ നെറ്റ്വർക്കിംഗ്, അതായത് നമ്മള് ഏത് വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പാണ്. അത് ഞാൻ ഈ ഒരു ചെറിയ പ്രായം കൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പ്രായം കൊണ്ട് ഞാൻ പഠിച്ചെടുത്ത ഏറ്റവും വലിയൊരു ലേണിംഗ് അതാ. നമ്മൾ ഗ്രേറ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരിക്കലും ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. ഹായ്, ഐ എം ഡോക്ടർ മാസൂം കണ്ണിയൻ, കോസ്മെറ്റിക് ഡെന്റിസ്റ്റ് ആണ്, ഫൗണ്ടർ ഓഫ് റിലീഫ് ഡെന്റൽ. 17 വർഷമായിട്ട് ഡെന്റിസ്ട്രിയിലുണ്ട്. ഐ എം എ പാസ് ഔട്ട് ഓഫ് മണിപ്പാൽ യൂണിവേഴ്സിറ്റി ആൻഡ് ഐ സ്റ്റാർട്ടഡ് മൈ വർക്ക് ഇൻ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ. 3 വർഷം അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം സ്വന്തമായിട്ട് ക്ലിനിക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ക്ലിനിക്ക് 12 years ആയിട്ട് ഉണ്ട്. മൈ വൈഫ് ഈസ് ഓൾസോ എ ഡെന്റിസ്റ്റ്. ഷീ ഹാസ് ഗോട്ട് 12 years of experience, Dr. Shemi Masoom. When we focus on aesthetic dentistry more. എല്ലാ ഡെന്റൽ ആയിട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റ്സും ഉണ്ട്, ബട്ട് വി ആർ ഫോക്കസിങ് ഓൺ ദ സ്മൈൽ കറക്ഷൻ, സ്മൈൽ മേക്ക് ഓവർ, സ്മൈൽ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ഓൾ. Then our social goal is like we spread happiness, spread smile, and make people improve their confidence through gifting good smile. Okay, great. Myself, Dr. Sainar. ഞാൻ മഞ്ചേരി മേലാക്കത്ത് എമിറേറ്റ്സ് ഡെന്റൽ കെയർ ആൻഡ് ഇംപ്ലാന്റ് സെന്റർ 12 years ആയിട്ട് മഞ്ചേരിയിലുണ്ട്. ഇംപ്ലാന്റോളജിസ്റ്റ് ആണ്. നമ്മൾ മെയിൻലി ഒരു ഇംപ്ലാന്റോളജിയും കൂടെ തന്നെ നമ്മളൊരു A to Z അബൌട്ട് ഡെന്റിസ്ട്രി ഇൻ അണ്ടർ വൺ അംബ്രല്ല എന്ന് പറയുന്ന പോലെ കംപ്ലീറ്റ് സൊല്യൂഷൻ ആണ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ക്ലിനിക്കിൽ ഇപ്പം നമ്മളൊരു പേഷ്യൻ്റ് വരികയാണെങ്കിൽ പലപ്പോഴും ഇങ്ങനെ ചില സ്പെഷ്യലിസ്റ്റുകൾക്ക് വേണ്ടി ഇങ്ങനെ ഇന്ന സ്പെഷ്യലിസ്റ്റ് വരണം, അങ്ങനെ പേഷ്യൻസിന് കൺവീനിയൻ്റ് ആയിട്ട് എല്ലാ സ്പെഷ്യാലിറ്റിയും പെട്ടെന്ന് തന്നെ അവൈലബിൾ ആക്കി കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ക്ലിനിക്കാണ് നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എയിം എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് സ്മൈൽസ് ആണ്. ക്രിയേറ്റിംഗ് സ്മൈൽസ് സിൻസ് 2014, 12 years ആയിട്ട് ഫീൽഡിലുണ്ട്. ആൻഡ് ലുക്കിംഗ് ഫോർവേഡ് ടു കണ്ടിന്യൂ ദാറ്റ്. താങ്ക് യു. Okay, great. Okay. ഞാൻ ഡോക്ടർ ഷിബ്ന, 10 years ആയിട്ട് മഞ്ചേരിയിൽ ഡോക്ടർ ഷിബ്ന സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക് റൺ ചെയ്യുന്നുണ്ട്. അതിനു മുൻപ് എഡ്യൂക്കെയർ ഡെന്റൽ കോളേജിൽ 2 years പല ഡിപ്പാർട്ട്മെന്റ്സിലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് എൻ്റെ ഒരു സ്റ്റഡീസിനപ്പുറം ഉള്ള ഒരു മുതൽക്കൂട്ട്. നമ്മളൊരു ഡെന്റൽ കോളേജിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നല്ല സീനിയേഴ്സിൻ്റെ കീഴിൽ ഓരോരോ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റിലും നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ അവിടെ 2 വർഷം, പിന്നെ വിവിധ ക്ലിനിക്കുകളിലായിട്ട് ഒരു 4-5 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് മഞ്ചേരിയിൽ സ്വന്തമായിട്ട് ഒരു സ്ഥാപനം തുടങ്ങിയത്. അതിപ്പോൾ 10 years കംപ്ലീറ്റ് ചെയ്തു. എല്ലാ ഡെന്റിസ്റ്റിനെയും പോലെ
ഒരു ഗുഡ് സ്മൈൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരും. അതിലപ്പുറം നമ്മൾ എപ്പോഴും നമ്മുടെ ഫസ്റ്റ് കൺസേൺ എപ്പോഴും പെയിൻ റിലീഫ് ആയിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എസ്തെറ്റിക്സ് സ്മൈൽ അതെല്ലാം ഉണ്ട്, പക്ഷെ അതിനപ്പുറം നമ്മുടെ ഫസ്റ്റ് കൺസേൺ എപ്പോഴും പെയിൻ റിലീഫ്, പേഷ്യന്റിനെ കംഫർട്ട് ആക്കുക എന്നുള്ളതാണ്. പെയിൻ റിലീഫാണ് എപ്പോഴും പേഷ്യന്റിന്. ഇപ്പൊ നമ്മൾ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്മൈൽ കൊടുത്താലും അവിടെ ഒരു പെയിൻ ഉണ്ടോ, ആ സ്മൈൽ ഒരിക്കലും ഒരു പേഷ്യന്റും വില മതിക്കില്ല. നമ്മൾ അത്രയും ഗുഡ് വർക്കായിരിക്കും ചെയ്തത്, പക്ഷെ അതിനകത്തൊരു പെയിനിന്റെ ഫാക്ടർ വന്നാൽ അപ്പൊ എപ്പോഴും പേഷ്യന്റിന് നമ്മളൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുക. പേഷ്യന്റിന്റെ കംഫർട്ടാണ് നമ്മളെപ്പോഴും പ്രൈമായിട്ട് വെക്കേണ്ട ഒരു കാര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഡോക്ടർ അജയ് രാഘവൻ, അജയ്സ് ഫിസിയോതെറാപ്പി സെന്റർ എന്നുള്ള സ്ഥാപനത്തിൽ ചെയർമാനായും സീനിയർ കൺസൾട്ടന്റായും ഞാൻ പ്രവർത്തിക്കുകയാണ്. 26 വർഷത്തെ സേവന പാരമ്പര്യമാണ് എനിക്കുള്ളത്. ഇന്ന് അജയ്സ് ഫിസിയോതെറാപ്പി സെന്റർ 5 ബ്രാഞ്ചുകളിലേക്ക് വളർന്നു കഴിഞ്ഞു. 2 ബ്രാഞ്ചുകൾ കൂടെ ഉടനെ തന്നെ വരുന്നുമുണ്ട്. ഇന്ന് മൗലാന ഹോസ്പിറ്റലിൻ്റെ HOD ആയി കൂടെ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. അവിടെയും സീനിയർ കൺസൾട്ടന്റ് തന്നെയാണ്. പാലിയേറ്റീവ് ഫിസിയോതെറാപ്പി മലപ്പുറം ജില്ലയിലേക്ക് കൊണ്ടുവന്നതും അതിൻ്റെ സ്ഥാപക ഫിസിയോതെറാപ്പിസ്റ്റ് എന്നുള്ള ഒരു രീതിയിൽ ഇന്നും സീനിയർ കൺസൾട്ടൻ്റായി പല പാലിയേറ്റീവ് സെൻ്ററുകളിലും പ്രവർത്തിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ ചലനാത്മകത വീണ്ടെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അതിലൂടെ നമുക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ ഒരു പോയിന്റ് അതാണ് സൊല്യൂഷൻ. എന്ത് സൊല്യൂഷനാണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ളത്? ഇനി രണ്ടാമത്തെ പോയിന്റ്, നമ്മളിപ്പം എനിക്ക് തോന്നുന്നുണ്ട് കുറേ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചർച്ചയിൽ വന്നത് കൂടുതൽ അതാണ്, എന്താണ് നിങ്ങളുടെ ചലഞ്ചസ് എന്നുള്ളത്. റെക്കോർഡിംഗ് ഉണ്ടാവില്ല, അത് നമ്മൾ റെക്കോർഡിംഗ് ഓഫ് ചെയ്യും. നമ്മൾ ചലഞ്ചിങ് ഓപ്പൺ ഹാർട്ട്സ് ആ ഒരു വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞ ഒരു 600-ലധികം ആളുകൾ ഇതേപോലെ സൊല്യൂഷൻ പ്രൊവൈഡേഴ്സായിട്ട് നമ്മളെ കൂടെ നെറ്റ്വർക്കിൽ ഫുൾ ലൈവിൽ നമ്മളെ കൂടെ ഉണ്ട്. അപ്പം ഓൾമോസ്റ്റ് എല്ലാ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസും നമുക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള സംവിധാനം നമ്മളെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, നമുക്ക് ആരെയാണ് കൊളാബറേറ്റ് ചെയ്യേണ്ടത്, നമ്മളെ ബിസിനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ മേഖലയെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ ആരെയാണ് വേണ്ടത്, അതാണ് ആ ഏരിയ നമ്മൾ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് സൊല്യൂഷനാണ് സൊസൈറ്റിയിലേക്ക് കൊടുക്കുന്നത് എന്നുള്ള ഏരിയയും, അതേപോലെ ആരെയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് അറിയാം 4 തരത്തിലുള്ള ആളുകളാണ് നമ്മളൊരു മേഖല കൈകാര്യം ചെയ്യുമ്പോൾ ആ മേഖലയിൽ വേണ്ടത്. ഒന്ന് നമുക്ക് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പേഷ്യൻസ് വരണം എന്നുള്ളതാണ്. അപ്പോൾ അതിനെ നമ്മൾ ഒരു വിഷണറി പേഷ്യൻസ് അല്ലെങ്കിൽ വിഷണറി കസ്റ്റമേഴ്സ് എന്നുള്ള രീതിയിലേക്ക് അവരെ എത്തിക്കുക. അതേപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ട ഒരു വിഭാഗമാണ് നമ്മളുടെ ടീം മെമ്പേഴ്സ്. നല്ല പവർഫുള്ളായിട്ട് നമ്മുടെ വിഷൻ ഉൾക്കൊള്ളാൻ കഴിയുന്ന ടീം മെമ്പേഴ്സ് നമുക്ക് വേണം. മൂന്നാമത് നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ അടുത്തൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ ചിലപ്പോൾ നമുക്ക് ഇൻവെസ്റ്റർമാർ വേണ്ടി വരും. അതും വിഷണറി ഇൻവെസ്റ്റർമാരാണ് നമുക്ക് വേണ്ടതെന്നാണ് പറയുന്നത്. അതേപോലെ നെക്സ്റ്റ് വേണ്ടത് നമുക്ക് സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സാണ്. അപ്പോൾ ഈ 4 തരത്തിലുള്ള ആളുകളെ നമുക്ക് കണ്ടെത്താനുള്ള അവസരം കൂടിയാണ് നമുക്ക് മൂന്നാമത്തെ ടോപ്പിക്കിൽ വരുന്നത്. ഈ 3 മേഖലകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബൈ പ്രൊഫഷൻ ഞാൻ ഡെന്റിസ്റ്റ് ആണ്. ഓക്കെ. 17 വർഷമായിട്ട് എനിക്ക് ഡെന്റിസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഇനീഷ്യലി നമ്മൾ ഡോക്ടർ പറഞ്ഞതുപോലെ പെയിൻ ആണ് എല്ലാവർക്കും. ഡെന്റൽ പെയിൻ എന്ന് പറയുന്നത് ഭയങ്കര സഹിക്കാൻ വയ്യാത്ത പെയിനാണ്. അത് ഡെലിവറി പെയിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പെയിൻ ഡെന്റൽ പെയിൻ തന്നെയാണ് ഒബ്വിയസ്ലി. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഒന്നെങ്കിൽ നമുക്ക് റൂട്ട് കനാൽ, എമർജൻസി റൂട്ട് കനാൽ ആക്സസ് ഓപ്പണിംഗ് എന്ന് നമ്മൾ പറയും. അങ്ങനെ എമർജൻസി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, അല്ലെങ്കിൽ പല്ല് എടുത്തു കളയുക എന്നുള്ള അതൊക്കെ ആണ് പെയിൻ സൊല്യൂഷൻ ആയിട്ടുള്ളത്. ഇപ്പൊ എല്ലാവരും ബ്യൂട്ടി കോൺഷ്യസ് ആയതുകൊണ്ട് സ്മൈൽ ഡിസൈനിലോട്ട് നമ്മൾ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പൊ ബിസിനസ് ഓണേഴ്സ് ആവട്ടെ, പ്രൊഫഷണൽസ് ആവട്ടെ, അവർക്ക് സ്മൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് അവർ കോൺഫിഡൻസിന്റെ ഭാഗമാണ് സ്മൈൽ. അപ്പോൾ അവരുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്മൈൽ കറക്ഷൻ ചെയ്ത് കൊടുക്കുക, സ്മൈൽ ട്രാൻസ്ഫോർമേഷൻ, അതൊക്കെയാണ് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. അതിന് നമുക്ക് ടീമുണ്ട്. എൻ്റെ കൂടെ വൈഫ് ഡോക്ടർ ഷെമി അക്കമ്പനി ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള 8ഓളം കൺസൾട്ടൻസ് ഉണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും. ഇംപ്ലാന്റോളജിസ്റ്റ് ഉണ്ട്. അങ്ങനെ എല്ലാ സ്പെഷ്യാലിറ്റിയും നമ്മളെ ക്ലിനിക്കിലുണ്ട്. അങ്ങനെ നമ്മൾ അതിനോടുള്ള സൊല്യൂഷൻസ് കൊടുക്കുന്നു.
In dentistry apart, I'm a trainer also. JCA certified, JC India zone trainer ആണ്. ഏത് ടോപ്പിക്കിലാണ് സർ ട്രെയിനിങ് കൊടുക്കുന്നത്? ഞാൻ ലൈഫ് സ്കിൽസിൽ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. സ്കൂളുകളിലൊക്കെ പോയിട്ട് ട്രെയിനിങ് കൊടുക്കാറുണ്ട്, കോളേജസിൽ. പിന്നെ പബ്ലിക് സ്പീക്കിംഗ് ചെയ്യാറുണ്ട്, അതിനുള്ള വർക്ക്ഷോപ്സ് ചെയ്യാറുണ്ട്. അപ്പൊ ഇനി കുറച്ചും കൂടി ട്രെയിനിങ് ഫീൽഡിലും ഫോക്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രൗഡ് BNI മെമ്പറാണ്. BNIയിലെല്ലാം ആക്റ്റീവ് ആണ്. ഓക്കെ, ഗ്രേറ്റ്. എനിക്ക് പാഷൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇമ്പാക്ട് ക്രിയേഷൻ. യെസ്, ക്രിയേറ്റേഴ്സ്. ഞാൻ ദുബായിൽ പെട്ടെന്ന് ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, ദുബായ് പോയപ്പോൾ അവിടെ മെട്രോയിലൊക്കെ ക്രിയേറ്റേഴ്സ് ഓഫ് ഇമ്പാക്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ വേർഡ് മെട്രോ അവിടെ ഒരു പരസ്യമാണ്, ക്രിയേറ്റേഴ്സ് ഓഫ് ഏതൊരു കമ്പനിയാണെന്ന് തോന്നുന്നു, ക്രിയേറ്റേഴ്സ് ഓഫ് ഇമ്പാക്ട് എന്ന് പറഞ്ഞത്. UAE ഗവൺമെന്റിന്റെ ആണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ആ വേർഡ് എനിക്ക് നല്ല സ്ട്രൈക്കിംഗ് ആയിരുന്നു. അതായത് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് കമ്പനി ലിബർട്ടി ഡെന്റൽ സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മുടെ കസ്റ്റമേഴ്സിന് മാത്രമല്ല, കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കോൺഫിഡന്റ്ലി ചിരിക്കാനുള്ള നമ്മളുടെ ടാഗ്ലൈൻ തന്നെ വി വിൽ മേക്ക് യു സ്മൈൽ കോൺഫിഡന്റ്ലി എന്നുള്ളതാണ്. അപ്പോൾ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കോൺഫിഡൻസ് ആയിട്ട് ചിരിക്കാനുള്ള കോൺഫിഡൻസ് ഡെന്റൽ ട്രീറ്റ്മെന്റ്സ് വഴി, ഡെന്റൽ സർവീസസ് വഴി അത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. ഇനി നമ്മളുടെ അതിന്റെ കൂടെ തന്നെ എത്രത്തോളം ഇമ്പോർട്ടൻസ് കാണുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ടീം മെമ്പേഴ്സിന്, നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മളുടെ ടീമിലുള്ള സ്റ്റാഫ് ആൻഡ് ടീം മെമ്പേഴ്സിനെ ഹയർ പേ, അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു വർക്ക് എൻവയോൺമെന്റ്, അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയാ വർക്ക് അറ്റ്മോസ്ഫിയർ കൊടുക്കുക, നല്ലൊരു ടീമിൽ വർക്ക് ചെയ്യാനുള്ളൊരു ജോബ് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുക എന്നുള്ളത് നമുക്ക് ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ കൂടെ തന്നെ നമ്മളുടെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും, നമ്മളുടെ ഇൻവെസ്റ്റേഴ്സിനായിക്കോട്ടെ ബെറ്റർ ROI കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ആഗ്രഹമാണ്. ഈക്വലി ഇമ്പോർട്ടൻസ് എല്ലാത്തിനും നമ്മൾ ഈ കാര്യങ്ങൾക്ക് നമ്മളെ ക്ലിനിക്കിന്റെ അല്ലെങ്കിൽ നമ്മളെ ബ്രാൻഡിന്റെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും അതിന്റെ ബാക്കിയുള്ള എവിടുന്ന് കിട്ടുന്നതിനേക്കാളും ബെറ്റർ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ബെറ്റർ ഒരു റിട്ടേൺ കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു സോഷ്യൽ ഗോൾ തന്നെയാണ്. യെസ്, ദാറ്റ്സ് ഇറ്റ്. ഇല്ലാത്ത ഒരു സമൂഹം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വേദന ഉണ്ടെങ്കിലേ അവിടെ ഡോക്ടേഴ്സിനും റോളുള്ളൂ. അപ്പോ എങ്ങനെയാണ് ആ വേദനയെ ഏറ്റവും പെട്ടെന്ന് ഇൻസ്റ്റന്റ് റിലീഫിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്, പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നത്. രണ്ട്, ഡോക്ടർ പിന്നെ ഡീൽ ചെയ്യുന്ന വേദന ഏത് തരത്തിലുള്ള വേദന? മസ്കുലോസ്കെലിറ്റൽ പെയിൻസ് ആണ്. അതായത് നമ്മൾ സന്ധിയിൽ വരുന്ന, പേശികളിൽ വരുന്ന, ഇപ്പൊ നമ്മൾ അത്ലീറ്റ്സിന് വരുന്ന, സ്പോർട്സ് പേഴ്സൺസിന് വരുന്ന, സാധാരണ കുട്ടികളിൽ നിന്ന് ഏറ്റവും പ്രായമായ ആളുകളിലേക്ക് വരെ വരുന്ന വേദനകളെ നമ്മൾ അഡ്രസ് ചെയ്യുന്നതാണ്. അപ്പൊ അതിന് പെയിൻ റിലീവിങ് മൊഡാലിറ്റീസ് ഉണ്ട്, എക്സസൈസ് തെറാപ്പീസ് ഉണ്ട്, അതിന് എന്തൊക്കെയാണ് ഹോം പ്രോഗ്രാം എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ ഓരോ കാര്യങ്ങളിലേക്കും നമ്മൾ ഡീറ്റെയിലിംഗ് ചെയ്യണം എന്നുള്ളതാണ്. ശരിക്കും നമ്മൾ ഒരു ക്ലിനിക്കിൽ വന്ന് പെയിൻ റിലീവ് ചെയ്ത് പോയി എങ്കിലും മസ്കുലോസ്കെലറ്റൽ ഡിസ്ഫങ്ഷൻ ഇല്ലാതെ ആക്കുക, ഏറ്റവും നല്ല പോസ്ചറിലേക്ക് അവരെ കൊണ്ടുവരിക, ഏറ്റവും നല്ല എക്കണോമിക് അഡ്ജസ്റ്റ്മെന്റ്, അതായത് നമ്മൾ വർക്ക് പ്ലേസ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയും, ആ ഒരു രീതിയിലേക്ക് നമ്മളെ എങ്ങനെയൊക്കെ മാറ്റാൻ പറ്റും. അതനുസരിച്ച് നമുക്ക് ഓരോരുത്തരെയും, അതായത് സ്കൂൾ തലം മുതൽ നമ്മളൊരു പെൻഷൻ ആയി വീട്ടിലിരിക്കുന്നു എന്ന് പറയത്തക്ക വിധത്തിലുള്ള വ്യക്തികളെ പോലും, അതായത് ഓൾഡ് ഏജിലുള്ള ജീറിയാട്രിക് പേഷ്യൻസിനെ വരെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അവരുടെ പെയിൻ ഫ്രീ ആയിട്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ മാർഗങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്, ഫിസിയോതെറാപ്പി റിലേറ്റഡ് ആയിട്ട് എപ്പോഴും വരുന്നത് ഒന്ന്, അവർക്ക് ചലനാത്മകത പോകുക അല്ലെങ്കിൽ അത് വീണ്ടെടുത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫ്രാക്ചർ വന്നു, അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നു, മറ്റ് പല അസുഖങ്ങളും വരാം, നമ്മളുടെ ഓരോ ചലനങ്ങളും നിൽക്കുന്ന അല്ലെങ്കിൽ കുറഞ്ഞു പോകുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാവാം. അതിനെ ശാസ്ത്രീയമായി എങ്ങനെ നമുക്ക് തിരിച്ചെടുക്കാം, ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എൻ്റെ ടീം എന്ന് പറയുന്നത്, ഇപ്പൊ എനിക്ക് അജീസ് ഫിസിയോതെറാപ്പി സെന്ററിൽ എനിക്ക് ജൂനിയേഴ്സ് ആയിട്ട് 15 പേരുണ്ട്. മൗലാനയിൽ എനിക്ക് ജൂനിയേഴ്സ് ആയിട്ട് 10 പേരുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്ത് നമുക്ക് അസിസ്റ്റൻസ് അല്ലെങ്കിൽ മീൻസ് ഹെൽപ്പേഴ്സ് ഒക്കെ നമുക്കുണ്ട്. അപ്പോൾ ഇതിലൂടെ മാത്രമല്ല നമ്മളിത് പറയാൻ ശ്രമിക്കുന്നത്. നമ്മൾ ലോകത്തിന് കൊടുക്കുന്ന ഒരു കാര്യം എന്ത് എന്ന് വെച്ചാൽ, നമ്മൾ ഇതൊക്കെ വരുന്നതിന് മുൻപ് നിങ്ങളെ ഹെൽത്ത് എങ്ങനെ നിങ്ങൾ റീഡിഫൈൻ ചെയ്യണം എന്നാണ്
അജീസ് ഫിസിയോതെറാപ്പി സെന്ററിലൂടെ അല്ലെങ്കിൽ നമ്മളുടെ ഫിസിയോതെറാപ്പി കമ്മ്യൂണിറ്റിയിലൂടെ പറയാൻ ശ്രമിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, ഗ്രേറ്റ്, താങ്ക് യു ഡോക്ടർ. യുണീക്നെസ് എന്ന് പറയുന്നത് ഞാന് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തിട്ടുള്ളത് സൈക്കോളജിയിലാണ്. അപ്പം MA സൈക്കോളജി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നാണ് നമ്മള് PG ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ഏരിയയാണ് ബിഹേവിയറൽ ഡെന്റിസ്ട്രി എന്ന് പറയുന്നത്. ബിഹേവിയറൽ ഡെന്റിസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഡെന്റൽ ആങ്സൈറ്റി, ഡെന്റൽ ട്രീറ്റ്മെന്റിനോടും അല്ലെങ്കിൽ അവിടെ ക്ലിനിക്കിൽ എത്തുന്നവർക്കൊക്കെ ഒരു ആങ്സൈറ്റി, അതുമായിട്ടുള്ള ടെൻഷൻ ഇപ്പൊ എല്ലാവരും കൂടുതൽ ആളുകൾക്കുണ്ട്. ഒരു ഫോബിയ, ഡെന്റൽ ഫോബിയ എന്നൊക്കെ പറയും. അപ്പൊ നമ്മളെപ്പോഴും ട്രൈ ചെയ്യുന്നത് ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ട് പേഷ്യൻസിന് മാക്സിമം കംഫർട്ട് ആയിട്ടുള്ള, ഇപ്പൊ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ എപ്പോഴും നമ്മൾ സക്സസ്ഫുൾ ആയിക്കൊള്ളുന്നില്ല. പക്ഷെ നമ്മുടെ റിവ്യൂസ് ഒക്കെ കൂടുതലും ഒരു ഫ്രണ്ട്ലി ഡോക്ടറാണ് അല്ലെങ്കിൽ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. അപ്പം പേഷ്യൻസിന് മാക്സിമം കംഫർട്ട് ആക്കിക്കൊണ്ട് ഒരു നമ്മുടെ ക്വാളിറ്റി ട്രീറ്റ്മെന്റ് ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ ഒരു ഹോംലി അറ്റ്മോസ്ഫിയറിൽ അത് ഡെലിവറി ചെയ്യുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും അതിന് നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ അഗൈൻ സൈക്കോളജിന്റെ പാട്ടുകൾ, നമ്മളൊരു ബിഹേവിയറൽ ടെക്നിക്സ്, ബിഹേവിയറൽ മോഡിഫിക്കേഷൻസ്, അങ്ങനെ നമ്മുടെ ഡീസെൻസിറ്റേഷൻ, എക്സ്പോഷേഴ്സ് തെറാപ്പീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് സംഗതികൾ അതിലുണ്ട്. നമ്മുടെ ബിഹേവിയറൽ സൈക്കോളജി എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ഫീൽഡാണ് ബിഹേവിയറൽ ഡെന്റിസ്ട്രി എന്നത്. കൂടുതൽ ആരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഫീൽഡാണ്. അപ്പൊ അതിലാണ് കൂടുതൽ നമ്മൾ ഈ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് എങ്ങനെ പേഷ്യന്റിന് മാക്സിമം കംഫർട്ട് ആക്കിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ആ ഡെന്റൽ ആങ്സൈറ്റി എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം, അതിന്റെ ഒരു പാർട്ടായിട്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഇപ്പം പല കൺസൾട്ടൻസ് വരുന്ന സമയത്ത് പേഷ്യന്റിന് ചിലപ്പോൾ പുതിയ ഡോക്ടേഴ്സിനെ കാണുമ്പോഴുള്ള ആ ആങ്സൈറ്റി സെയിം ഒരാള് കുറച്ചും കൂടെ കംഫർട്ട് ആവാനൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ സ്പെഷ്യലിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട സമയത്ത് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മോഡ്സ് ട്രൈ ചെയ്തിട്ട് മാക്സിമം പേഷ്യന്റിന് കംഫർട്ടായിട്ട് ഒരു അറ്റ്മോസ്ഫിയറിൽ മാക്സിമം ക്വാളിറ്റി ഉള്ള ട്രീറ്റ്മെന്റ് ഡെലിവറി ചെയ്യാന്നാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഓക്കെ ഗ്രേറ്റ്. ഓക്കെ, മദർ ഓഫ് 3 kids. പിന്നെ ഒരു എന്റർപ്രണർ എന്ന് പറയുമ്പോ അതും പിന്നെ ജാഫർ മാഷക്ക് അറിയുണ്ടാവും, വീട്ടിൽ ഞാനും മക്കളും മാത്രമായിട്ടാണ് ഞാൻ ഈ ക്ലിനിക്കും വീടും കൂടി മാനേജ് ചെയ്തുകൊണ്ട് പോണത്. അപ്പോ ആ ഒരു ലേഡിക്ക് ഒറ്റക്ക് 3 മക്കളെയും വെച്ചൊരു ക്ലിനിക്ക് റൺ ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കരമായ ചലഞ്ചസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഇടക്ക് നിന്നുകൊണ്ട് അപ്പൊ നമുക്ക് ടൈം ലിമിറ്റ്സ് ഒക്കെ ഭയങ്കര ഇതായിരിക്കും. പിന്നെ ഒരു മെയിലിന് വർക്ക് ചെയ്യുന്ന ടൈമും ഒരു ഫീമെയിലിന് വർക്ക് ചെയ്യുന്ന ടൈമും തമ്മിൽ ഒരുപാട് നമുക്ക് ലേറ്റ് നൈറ്റ്സ് ഒന്നും അങ്ങനെ ഇരിക്കാൻ പറ്റില്ല, ഏർലി മോർണിംഗ്സും നമുക്ക് പറ്റില്ല. അപ്പൊ ആ ഒരു കുറഞ്ഞ സമയത്ത് മാക്സിമം നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിൽ നമ്മൾ ക്ലിനിക്കിൽ എല്ലാ സ്പെഷ്യാലിറ്റിയും നമ്മൾ ചെയ്യുന്നുണ്ട്. മാക്സിമം ഡോക്ടർ പറഞ്ഞ പോലെ നമുക്ക് പറ്റുന്നതെല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്, അല്ലാത്തത് മാത്രം നമ്മൾ സ്പെഷ്യലിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. കാരണം പലപ്പോഴും പേഷ്യൻസ് നമ്മളൊരു വലിയൊരു ചെയിൻ ഓഫ് ക്ലിനിക്സ് ഒന്നും അല്ലാത്തത് കൊണ്ട് നമ്മളെ പേഷ്യൻസ് എപ്പോഴും പേഴ്സണൽ പേഷ്യൻസ് ആയിരിക്കും നമുക്ക് അധികവും വരുന്നത്. എനിക്കിപ്പോ 10 years നമുക്ക് ആദ്യം വന്ന പേഷ്യന്റിന്റെ കസിൻസ് അല്ലെങ്കിൽ അവരുടെ അങ്ങനെ നമുക്ക് എപ്പോഴും പേഴ്സണൽ പേഷ്യൻസ് ആയിരിക്കും. അപ്പൊ അവരെ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് നമ്മളാണ്. പിന്നെ നമ്മൾ പ്രൈമറി ആയിട്ട് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ പേഷ്യന്റ് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ചെയ്യേണ്ടത്, പല ഡോക്ടേഴ്സും ചെയ്യാത്തത്, എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള പേഷ്യന്റിന് മനസ്സിലാക്കി കൊടുക്കുന്നത് കമ്മ്യൂണിക്കേഷൻ. അത് വളരെ കുറവാണ്. ഇപ്പോൾ ട്രീറ്റ്മെന്റ് ചിലപ്പോൾ അവർ 101% ചെയ്തിട്ടുണ്ടാവും. ബട്ട് വാട്ട് വി ഡിഡ് എന്നുള്ളത് നമ്മളെ പേഷ്യന്റിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു 90% ആക്യുറേറ്റ് ആയിട്ട് ചെയ്ത ഒരാളും 100% കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അത് 110% സക്സസ് ആണ്. പക്ഷെ 100% കറക്റ്റ് ആയിട്ട് ചെയ്തിട്ട് കമ്മ്യൂണിക്കേഷൻ 50 ആയി പോയാൽ അത് 50% ട്രീറ്റ്മെന്റ് ആയിട്ടേ പേഷ്യന്റിന് ഫീൽ ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ഉള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് പലപ്പോഴും ഒരു ബിസി പ്രാക്ടീഷണർ എന്നുള്ള ലെവലിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ നമ്മൾ കുറഞ്ഞു വരും. അപ്പൊ എപ്പോഴും എൻ്റെ അടുത്തുനിന്ന് പേഷ്യന്റ് ഇങ്ങോട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് എന്നുള്ളതാണ്.
നമ്മൾ എന്താണ് ഈ ചെയ്യണത്, അല്ലെങ്കിൽ എന്താണ് എനിക്ക് പറ്റിയത്, എന്താണ് ഈ പല്ലിന് ഇപ്പം നമ്മൾ ചെറിയൊരു കാര്യം, ഇൻഫെക്ഷൻ്റെ കാര്യം, അത് വേരിന്റെ അടിയിലേക്ക് കുറച്ച് പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പതുക്കെ മരുന്ന് വെച്ച് അതൊക്കെ മാറിയതിന് ശേഷമേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല ഡയറക്റ്റ് ആയിട്ട് ഇനി 2 ആഴ്ച കഴിഞ്ഞ് വരും എന്ന് പറയുന്നതിലേക്കാൾ നമ്മൾ ഉദ്ദേശിച്ചത് തന്നെ ആയിരിക്കും 2 ആഴ്ച കൊണ്ടേ മാറുള്ളൂ എന്നിട്ട് ചെയ്യാമെന്ന. പക്ഷെ നമ്മൾ പേഷ്യന്റിന് അത് പറഞ്ഞ് മനസ്സിലാക്കാതെ ഇനി 2 ആഴ്ച കഴിഞ്ഞ് നോക്കാം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ കൂടി നമ്മൾ നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ, അപ്പൊ അതാണ് എനിക്ക് എൻ്റെ ഒരു പോസിറ്റീവ്. എനിക്ക് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞാൻ ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താണ് ഈ ചെയ്യുന്നത്, ഇനി എന്തൊക്കെ ചെയ്യാം, ഇതൊക്കെ പേഷ്യന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളതാണ് എനിക്ക് എൻ്റെ ഒരു പ്ലസ് ആയിട്ട് പറയാനുള്ളത്. അപ്പൊ എന്നോട് എപ്പോഴും പേഷ്യൻസ് അത് പറയാറുണ്ട്, ഇപ്പോഴാണ് മനസ്സിലായത് എന്നുള്ളൊരു കാര്യം.